ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചില വീഡിയോസ് ഇപ്പോൾ ടെലഗ്രാം നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ ചില വീഡിയോ നമുക്ക് ഫോണിൽ നിന്ന് പ്ലേ ചെയ്യാം, പക്ഷെ അതിന്റെ സൗണ്ട് കിട്ടുന്നില്ല. ഈ സൗണ്ട് അവിടെ പോയി. അത് ചില ഫോണിൽ സൗണ്ട് കിട്ടുന്നുണ്ട്, ചില ഫോണിൽ സൗണ്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ വീഡിയോ നമ്മൾ ടി വിയിലേക്കൊക്കെ കൊടുത്താൽ സൗണ്ട് കിട്ടുന്നുണ്ട്, ഫോണിൽ നിന്ന് കിട്ടുന്നില്ല. അതെന്താ ഈ സൗണ്ട് കിട്ടാത്തത്? നമ്മളെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള മീഡിയ പ്ലെയറിൽ എല്ലാ വീഡിയോ ഫോർമാറ്റും സപ്പോർട്ട് ആകുകയില്ല. അങ്ങനെ സപ്പോർട്ട് ആകാത്ത ഫോർമാറ്റിലുള്ള വീഡിയോ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ നമ്മൾ നല്ലൊരു വീഡിയോ പ്ലെയർ ഉപയോഗിക്കണം. അപ്പോൾ അതിന് ഏത് വീഡിയോ പ്ലെയറാണ് ഉപയോഗിക്കുക? അങ്ങനെ നമ്മളെ ഫോൺ സപ്പോർട്ട് ആകാത്ത ഫോർമാറ്റിലുള്ള സൗണ്ട് കിട്ടാത്തതൊക്കെ വീഡിയോ, പ്രത്യേകിച്ചും ടെലഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ചില വീഡിയോക്ക് തീരെ സൗണ്ട് കിട്ടുകയില്ല, ഓഡിയോ തീരെ ഉണ്ടാകില്ല. അങ്ങനത്തെ വീഡിയോ ഒക്കെ നല്ല ഒച്ചയിൽ ക്ലിയർ ആയിട്ട് കേൾക്കാനും കാണാനും പറ്റിയ നല്ലൊരു വീഡിയോ പ്ലെയറാണ് VLC പ്ലെയർ. 90% ആൾക്കാർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഈ VLC പ്ലെയറിനെ പറ്റി. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. VLC പ്ലെയർ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അധികം, എന്നാലും ഒരുപാട് ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ലെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ VLC പ്ലെയർ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ സാധാരണ വീഡിയോ പ്ലെയർ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഓപ്പൺ ചെയ്താൽ നമ്മളെ ഗാലറി പെർമിഷൻ കൊടുക്കണം. അതിനുശേഷം ഇവിടെ താഴെ വീഡിയോസ്, ഓഡിയോസ്, ബ്രൗസ്, പ്ലേലിസ്റ്റ്, മോർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് വീഡിയോ പോപ്പപ്പ് ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ അതിന് സബ് ടൈറ്റിൽ ഇതിൽ കിട്ടുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ഓപ്ഷനുകളുള്ള നല്ലൊരു വീഡിയോ പ്ലെയർ ആണ്, അതുപോലെ തന്നെ നല്ലൊരു ഓഡിയോ പ്ലെയറുമാണ് ഈ VLC പ്ലെയർ. നമ്മളെ ഗാലറിയിലുള്ള ഏത് ഫയൽ വേണമെങ്കിലും ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു വീഡിയോ പ്ലെയർ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്നവരെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, താഴെ വലത് ഭാഗത്ത് 3 കുത്തുണ്ട്, അതിലൊരു കുത്തു കൊടുത്താൽ ഇതിന്റെ ഓപ്ഷൻസ് തീർത്ത് നമുക്ക് കിട്ടും. വീഡിയോ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മൾ വീഡിയോ കാണുന്ന നേരം അതാരും കുട്ടികളൊന്നും ബാക്ക് ചെയ്യാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് പോകാണ്ടിരിക്കാൻ വീഡിയോ നമുക്ക് അത് തീർന്നവരെ ലോക്ക് ചെയ്ത് വെക്കാം. സ്ലീപ്പ് ടൈമർ ഉണ്ട്, പ്ലേ ബാക്ക് സ്പീഡ് ഉണ്ട്, ജമ്പ് ടു ടൈം ഉണ്ട്, ഈക്വലൈസർ ഉണ്ട്, ഇതിന് പ്ലേ ആസ് ഓഡിയോ ഉണ്ട്, അതായത് ഒരു വീഡിയോന്റെ ഓഡിയോ മാത്രം നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോപ്പപ്പ് പ്ലെയർ ഉണ്ട്, അതായത് ഒരു പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് ഫോണിന്റെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വളരെ ഉപകാരമുള്ള നല്ലൊരു വീഡിയോ പ്ലെയർ തന്നെയാണ് ഈ VLC പ്ലെയർ. ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒച്ചയില്ലാത്ത വീഡിയോ ഫോണിൽ ഉണ്ട് എന്നുള്ളൊരു പ്രശ്നവും കൂടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരം തോന്നിയിട്ട് നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.